ബിസ്മീറിന്റെ ഭാര്യ ജാസ്മിൻ എം സെയ്ദ്, വേണുവിന്റെ നേരത്തെ മരിച്ച വേണുവിന്റെ ഭാര്യ സിന്ധു, ഡോക്ടർ എസ് എസ് ലാൽ, സിബിയൻ അസ്കർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ജാസ്മിനിലേക്ക് പോകണം. ജാസ്മിൻ, വേദനയോടെ ദിവസങ്ങളാണെന്നറിയാം, ആ സമയം സംസാരിപ്പിക്കുന്നത് ശരിയല്ലെന്നും അറിയാം. പക്ഷേ എന്തെങ്കിലും ഒരു നീതി കിട്ടണമെങ്കിൽ വേദനയാണെങ്കിലും സംസാരിക്കണമെന്നത് നമ്മുടെയൊക്കെ ഗതികേടാണ്. ജാസ്മിൻ, അന്ന് രാത്രി 1 മണിക്ക് ജാസ്മിൻ തന്നെയാണ് ഒറ്റയ്ക്ക് ബിസ്മീറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. 1 മിനിറ്റ് പോലും പാഴാക്കാതിരിക്കാനായിരുന്നു അത്? അതെ. ജാസ്മിൻ, കേൾക്കാമോ? ശ്വാസം മുട്ടി അസ്വസ്ഥനാകുന്ന ബിസ്മീറിനും ആ അടഞ്ഞ ഗേറ്റിനുമിടയിലെ താങ്കളുടെ ഓട്ടം കാണുന്നവർക്കൊക്കെ വേദനയാണ്. പിന്നെ ആ വാതിൽ തുറന്ന് അകത്ത് കയറി ഡോക്ടറുടെയും സിസ്റ്റർമാരുടെയും ഒക്കെ സമീപനം എങ്ങനെയായിരുന്നു ജാസ്മിൻ? അകത്ത് കയറിയിട്ടും അവരൊന്നും ചെയ്തില്ല. രണ്ടുപേരും, സിസ്റ്ററും ഡോക്ടറും കൂടെ സോഡിയം കുറഞ്ഞതാണോ കാൽസ്യം കുറഞ്ഞതാണോ എന്ന് ചർച്ച ചെയ്യുന്നതല്ലാതെ ഒന്നും ചെയ്തിരുന്നില്ല. പിന്നെ ഞാനാണ് പറഞ്ഞത് ആവി കൊടുക്കാനായിട്ട്. അപ്പോൾ സിസ്റ്റർ വെറുതെ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് ആവി തരുമായിരുന്നു. ഞാൻ വീണ്ടും ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഓക്സിജൻ തന്നത്. വീണ്ടും ആ സമയമൊക്കെ കുഴഞ്ഞങ്ങ് വീഴുമായിരുന്നു. അപ്പോൾ ആ സെക്യൂരിറ്റി അടുത്തുണ്ടായിരുന്നു. പുള്ളിക്കാരനോട് ഞാനൊന്ന് ഈ ഓക്സിജൻ ഒന്ന് പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരെ വിളിച്ചു. ആ സമയം പുള്ളിക്കാരൻ്റെ ബോധം അങ്ങ് പോയി. പക്ഷേ അവരൊക്കെ പറയുന്നത് എല്ലാം തന്നു എന്നാണ്. ഒരു രീതിയിലുള്ള ചികിത്സയും തന്നിട്ടില്ല. അന്ന് എന്തെങ്കിലും ഒരു ഇത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആംബുലൻസിൽ ഓക്സിജൻ സിലിണ്ടർ പോലും ഇല്ല. ആംബുലൻസിലോട്ട് കയറ്റുന്ന വഴി ഈ പുള്ളി ഫുള്ള് ബോധം പോയിട്ട് മൂക്കിൽ നിന്ന് ഇങ്ങനെ പത വരുന്നുണ്ടായിരുന്നു. ആ സമയം ഞാൻ പറഞ്ഞു ഒന്ന് CPR കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടുത്തെ നഴ്സ് എന്നോട് പറഞ്ഞു ഒന്ന് നോയിക്കൊണ്ടിരിക്കാതെ പിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ടു. ഞാനിവിടെ ചേർന്നാണ് ആംബുലൻസിലോട്ട് കയറ്റിയത്. അത് വെറും ഒരു ഓട്ടോറിക്ഷ പോലെ എന്ന് പറയാനേ ഉള്ളൂ. അവിടെ ഓക്സിജനും ഇല്ല, ഒന്നുമില്ല. ആ സമയത്ത് CPR എങ്കിലും ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു സമാധാനമെങ്കിലും ഉണ്ടായിരുന്നു. അതും കൊടുത്തിരുന്നില്ല. ആംബുലൻസിലാണെങ്കിൽ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അവർ പറയുന്നത് പട്ടി കയറാതിരിക്കാനായിട്ട് ഗ്രില്ല് അടച്ചിട്ടെന്നാണ്. 3 ഗ്രില്ല് അകത്തുനിന്ന് മൂന്ന് വാതിൽ പൂട്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. ഒരു പട്ടി 3 വാതിൽ കടന്നങ്ങ് അകത്ത് കയറുമോ? ശരി, പട്ടിയാണെങ്കിൽ പുറത്ത് വന്ന് നിൽക്കുന്നവരും അവർക്ക് പട്ടിയെ പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പട്ടിയെ പോലെയല്ല, പട്ടിയേക്കാൾ പട്ടിയുടെ അത്ര വില പോലും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അങ്ങനെ കാണിക്കുന്നത്. ജാസ്മിൻ, ഈ പറയുന്ന അവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ കാണാം. ജാസ്മിൻ ശ്വാസം മുട്ടുന്ന ഭർത്താവിനടുത്ത് നിന്ന് ഈ ഗ്രില്ലിലേക്ക് വരുന്നതും അങ്ങോട്ട് പോകുന്നതും പിന്നെ വരുന്നതും പോയി നെഞ്ച് തടവി കൊടുക്കുന്നതും തിരികെ വരുന്നതും ഒക്കെ കാണാം. അവിടെ നിന്ന് ആവർത്തിച്ച് വിളിക്കുന്നുണ്ടല്ലോ. ഭർത്താവും ബിസ്മീറും അവിടെ നിന്ന് കരഞ്ഞു പറയുന്നുണ്ട്. എന്നിട്ട് അകത്തുനിന്ന് ആരാണ് പുറത്തേക്ക് വരുന്നത്? അവർക്ക് പെട്ടെന്ന് ഗ്രില്ല് തുറക്കാൻ പറ്റിയോ? 3 ഗ്രില്ലും ഇല്ല, അവർ ഉറങ്ങിക്കിടക്കുമായിരുന്നു. നന്നായിട്ട് ഉറക്കത്തിലായതുകൊണ്ട് അവർക്ക് വാതിൽ പെട്ടെന്ന് പൂട്ടിങ്ങനെ തുറക്കാൻ പറ്റിയില്ല. അപ്പം ഞാനിങ്ങനെ ആവർത്തിച്ച് വിളിക്കുന്നുണ്ടെന്ന്, ഓടി വരുമെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഉറക്കെ രക്ഷിക്കണേ, എനിക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കീറി വിളിക്കുന്നത് കേട്ടിട്ട് പുറത്തുനിന്നൊരു സെക്യൂരിറ്റിയാണ് വന്നത്. അയാൾ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഈ 3 ഗ്രില്ലും തുറന്നു വരുന്നത്. ഈ 3 ഗ്രില്ലും നമ്മൾ വീട്ടിൽ പോലും ഒരു വാതിലല്ലേ ഉള്ളൂ. എന്തിനാ ഈ 3 വാതിലൊക്കെ പൂട്ടിയിട്ട് അവർ പോയി കിടന്ന് ഉറങ്ങുന്നത്? അങ്ങനെ ഉറങ്ങാനാണെങ്കിൽ എന്തിനാ നൈറ്റ് ഡ്യൂട്ടിക്ക് അവിടെ ഒരു ഹോസ്പിറ്റൽ വെച്ചിരിക്കുന്നത്? ഇങ്ങനെ രാത്രി ഒരു ചികിത്സാ സംവിധാനം അവിടെ ഇല്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാമായിരുന്നു. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മരണവെപ്രാളത്തിലാണ് ഞങ്ങൾ അവിടെ കൊണ്ട് ഓടിയത്. അല്ല ജാസ്മിൻ, ഇതിപ്പോൾ അതിനകത്ത് കിടന്നൊരു CPR കൊടുക്കണം. ശ്വാസം മുട്ടുന്ന മനുഷ്യന് ആദ്യം കൊടുക്കേണ്ടത് CPR ആണ്. പ്രാഥമികമായി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് കരുതലില്ലാത്തവർ നേരത്തെ ഗ്രില്ല് തുറന്നിട്ട് എന്താണ് കാര്യം? അവിടെ അകത്ത് കയറിയിട്ടും കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അകത്ത് കയറിയിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല. ഒരാളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഒരു ഡോക്ടർ ചെയ്യേണ്ട കുറച്ച് കടമകളുണ്ട്. ഡോക്ടർ ഒന്നും ചെയ്തില്ല. ഇതിൽ എടുത്ത് പറയേണ്ട ആ ഡോക്ടർ വെറുതെ നിന്നു എന്നുള്ളതാണ്. സിസ്റ്ററാണ് കുറച്ച് വഴക്കെങ്കിലും പറയുന്നത്. എന്നെയാണ് പറയുന്നത്, എന്തിനാണ് 2 വീലറിൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നു എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ സിസ്റ്ററിന് മനസ്സിലായി ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരാളാണെന്ന്. എങ്കിൽ എന്തുകൊണ്ട് CPR കൊടുത്തില്ല? എന്തിന് എന്നെ മാത്രം ഒറ്റയ്ക്ക് ഒരു പ്രാഥമിക ചികിത്സയും തരാതെ എന്നെ മാത്രം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചു? ഇത്രയും സീരിയസ് ആണെന്ന് അവർക്കറിയില്ലേ? അവരുടെ കുടുംബക്കാരല്ലാത്തത് കൊണ്ട് മാത്രമാണോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.